നിക്ക് പോവല്ല്. എന്നിട്ട് വേണം എലിസബത്തമ്മാമ എന്നെ ഓടിച്ചിട്ടടിക്കാൻ. എല്ലാരും വളർന്നേ. പ്രൈസ് ദി ലോർഡ്. ഹെൽപ്പ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കഴിഞ്ഞ വ്ളോഗുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. ഇപ്പോഴത്തെ ഒരു വലിയൊരു പ്രശ്നമാണ്, ലൈക്ക് ചെയ്യുമ്പോൾ അതിൽ കളർ വരുന്നില്ല, ബ്ലൂ കളർ വരുന്നില്ല, ഒരു കളറും വരുന്നില്ല എന്നുള്ള യൂട്യൂബിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് ആണത്. ബ്ലൂ കളർ മാറി ബ്ലാക്ക് ആയിട്ടുണ്ട്. പക്ഷെ ആ ബ്ലാക്ക് കളർ കാണണമെങ്കിലും നിങ്ങൾ യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്തെങ്കിലേ പറ്റൂ. എനിക്ക് തോന്നുന്നു യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്തെങ്കിലേ ഇപ്പോൾ നോട്ടിഫിക്കേഷനും കിട്ടത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരുന്ന ഒരു 70% പേർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. ഓൾറെഡി ആ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് അതൊന്ന് മാറിയായിരുന്നു, ഒരുമാതിരിപ്പെട്ട പഴയ ആൾക്കാർക്കൊക്കെ കിട്ടിത്തുടങ്ങിയായിരുന്നു. ഇപ്പം വീണ്ടും പ്രശ്നമായി. എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഒരറിവിന് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ ഒന്ന് ചെയ്യണം. കാരണം ഇപ്പോഴത്തെ വീഡിയോസിൻ്റെ ലൈക്ക് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒരു പ്രാവശ്യം ലൈക്ക് ചെയ്തിട്ട് അത് കളർ വരാത്തതുകൊണ്ട് വീണ്ടും ക്ലിക്ക് ചെയ്യും, അപ്പോൾ ലൈക്ക് അങ്ങ് മാറിപ്പോവും. അത് മറ്റുള്ളവർക്ക് അറിയത്തില്ലല്ലോ ലൈക്ക് ആണോ അല്ലോ എങ്കിൽ ലൈക്ക് ആയില്ലയോ, ഇതൊന്നും അറിയത്തില്ലല്ലോ. അതാണ് ഇപ്പോഴത്തെ വീഡിയോസിനെല്ലാം നേരിടുന്ന ഒരു പ്രശ്നം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, എല്ലാവരുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എന്താ പറയുക, ഒരുമാതിരിപ്പെട്ട നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും വീട്ടിൽ പൊതുവെ രാവിലെ ദോശ, ഇഡലി ഇതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സാമ്പാറായിരിക്കാം, ചട്നി ആയിരിക്കാം, കടലക്കറി ആയിരിക്കാം, ഇങ്ങനെയൊക്കെ പല കറികളായിരിക്കാം. അപ്പോൾ ഇന്നൊരു ചിക്കൻ റെസിപ്പിയാണ്. നിക്ക് പോവല്ല്. ചിക്കൻ എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരുടെയും ഒരു ചിന്തയാണ്, അയ്യോ ഒത്തിരി സമയമാവും, ഒത്തിരി ഇൻഗ്രീഡിയൻസ് വേണം, സവാള ഒത്തിരി വേണം. അങ്ങനെയൊന്നുമില്ല. വളരെ പെട്ടെന്ന് സവാളയൊന്നും അധികം ഇല്ലാതെ, അധികം ഗ്രേവി ഇല്ലാതെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്താ പറയുക, നിസ്സാരം ഒരു കടലക്കറി ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്കൊരു ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ല, ചിക്കൻ റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ചിക്കൻ ഫ്രൈ എന്നും പറയാൻ പറ്റില്ല, ചിക്കൻ മസാല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യമേ ഇതങ്ങ് പറഞ്ഞത്, ഇത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിലേ ഒത്തിരി ടൈം എടുക്കും. ചിക്കൻ കറി അല്ലേ, ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ടേച്ചങ്ങ് ബോധം കൊണ്ടാണ്. ഇത് ഏകദേശം 3/4 കിലോയോളം ചിക്കൻ ഉണ്ട്. എല്ലുൾപ്പെടെയാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണേലും എടുക്കാം, എല്ലുൾപ്പെടെ അല്ലെ മാംസം എങ്ങനെ വേണേലും 3/4 കിലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇച്ചിരി ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. നൂഡിൽസിൻ്റെ വീഡിയോയിൽ ഞാനിത് കുറച്ച് കൂടുതൽ അരയ്ക്കുന്നു, മാറ്റി വെക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഈ പേസ്റ്റ് ഇടുന്നതേ ഉള്ളൂ. അതില്ലാത്തവർ ഇഞ്ചിയും വെളുത്തുള്ളിയും ബാക്കി ഞാനീ പറയുന്ന മസാലകളും എല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ ഒരുമിച്ചിട്ടടിച്ച് പേസ്റ്റാക്കി എടുത്താൽ മതി. 1 സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അരയ്ക്കുന്നവർ ഈ പച്ചമുളക് വേണമെങ്കിൽ അരയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഇട്ടേക്കാം. പച്ചമുളക് ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇപ്പോൾ 3/4 കിലോ ചിക്കൻ ഉണ്ട്. ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ മുളകിൻ്റെ ഏരിയ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോണേ. 1/4. ആവശ്യത്തിന് ഉപ്പ്, ലേശം വെളിച്ചെണ്ണ. ഇനി ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. പിന്നെ പേസ്റ്റിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടിയും എല്ലാ മസാലയും കൂടെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്ത് ഒരുമിച്ചിടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഈ ഒരു സംഭവം എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ല, കരള്. പക്ഷെ ഇവിടെ ഇഷ്ടമുള്ള ആളുണ്ടല്ലോ, അതുകൊണ്ട് കളയാനും പറ്റത്തില്ല. ബാക്കിയുള്ള എല്ലാ റെസിപ്പിന്നും തള്ളി മാറ്റി വെച്ചിരുന്നതാ. ഇനിയിപ്പോൾ ചിക്കൻ ഇത്രയേ ഉള്ളൂ, ഇനി മാറ്റി വെക്കാൻ വേറെ ചിക്കനില്ല. നന്നായിട്ട് റെഡിയായി. അപ്പോൾ ഇത് കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും നമുക്ക് അടച്ചു വെച്ചേക്കാം. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഇടാൻ മറക്കല്ലേ. ഇത് ഞാനിപ്പോൾ ദോശ ഇഡലി എന്നൊക്കെ പറഞ്ഞ് ഇതിന് മാത്രമല്ല കേട്ടോ, ചപ്പാത്തി പൂരി ചോറ് എല്ലാത്തിനും നമുക്ക് എന്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കണോ, എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. എല്ലാ വീഡിയോയിലും ഉണ്ട്. ഒരു കമന്റ് എനിക്ക് വന്നായിരുന്നു, ഇത് ചേച്ചിയുടെ ആണോ അല്ലെന്നുണ്ടെങ്കിൽ ഇവനെ നമുക്ക് പൊക്കണോ എന്ന് കറി വെക്കാൻ. എന്നിട്ട് വേണം എലിസബത്തമ്മാമ എന്നെ ഓടിച്ചിട്ടടിക്കാൻ. എലിസബത്തമ്മാമയുടെ വീട്ടിലെ കോഴിയാട് വെക്കിയതെല്ലാം. അപ്പോൾ പാൻ ചൂടായി. ഏകദേശം 1 മണിക്കൂറോളമായി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാമേ. അപ്പോൾ അത് ഒത്തിരി ഒഴിച്ചിട്ടില്ല, ഒരു 3 ടേബിൾ സ്പൂൺ കാണുമേ. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി എണ്ണ ഒഴിച്ച് വേണമെന്നുണ്ടെങ്കിലും ഇത്തിരി ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ
ഞാൻ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കില്ല കുറച്ച് ഒഴിച്ചു കൊടുക്കാം. മേളിലൂടെ ഒരിത്തിരി ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. അപ്പം തീ മീഡിയത്തിൽ ഇട്ടേക്കാം. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് പോലെ തിരിച്ചു മറിച്ചുമിട്ട് വേവുന്നതിനനുസരിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതാ ചിക്കൻ വേവുന്നതിൻ്റെയാണ് സൗണ്ട് കേൾക്കുന്നത്. നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ സമയമില്ല, അരമണിക്കൂർ വെക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. എത്രയും കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു അത്രയും സമയം ആ മസാലയൊക്കെ നല്ലതുപോലെ ചിക്കനിലൊക്കെ പിടിച്ചിരിക്കും. അതിനുവേണ്ടിയാണ് കുറച്ച് നേരം വെച്ചിരിക്കാൻ പറയുന്നത്. അപ്പോൾ അത്രയും സമയം ഇല്ലെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 5 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇത്തിരി കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം. കറിവേപ്പിലയോ മല്ലിയിലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാണ്. നമുക്ക് പിടിച്ചുകൂടിടാം. ഇതിപ്പോൾ മാംസം മാത്രമാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഒരു 10 മിനിറ്റ് താമസം മതി. ഇതിപ്പോൾ എല്ലൂടുള്ളതുകൊണ്ട് എനിക്ക് ഇത്തിരി സമയം എടുക്കും. എനിക്ക് ദിവസങ്ങളിലേ എല്ലാ വീഡിയോയിലും ഒരു 1-2 കമൻറ്റെങ്കിലും വരും. 10,000-ൽ കൂടുതൽ വ്യൂസ് ഉണ്ട്, എന്നിട്ടും ലൈക്ക് കണ്ടോ 300, 400, 500. ഒന്നാമത്തെ പ്രശ്നം ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് അപ്ഡേറ്റിൻ്റെയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പ്ലീസ് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഒരു 5000, 6000 ഒക്കെ ലൈക്ക് കാണാൻ എന്ത് ഭംഗിയായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കുന്നെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇപ്പോൾ ഞാൻ 3-4 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വെന്തു. അതിനുശേഷം തീ കുറച്ചിട്ടിട്ട് ഇച്ചിരി നേരം, ഞാനെന്താ പറഞ്ഞത്, മാംസമാണെന്നുണ്ടെങ്കിൽ ഇത്രയും പോലും സമയം വേണ്ട കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിപ്പം 3/4 കൂടുതൽ വെന്തു. കഴിക്കാൻ നല്ല പരുവാണിപ്പോൾ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള, വലുതാണെങ്കിൽ അരമുറി മതി. ഇത് ചെറു തീയിൽ നമുക്കിത് അടച്ചു വെക്കാം. സവാള ഇട്ടിട്ട് ഇളക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ അടച്ചു വെക്കാം കുറച്ച് നേരം. അപ്പോൾ എന്താ പറയുക, ഇതിനേക്കാൾ ഒരു ഈസി ചിക്കൻ റെസിപ്പി സ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറയാം. സത്യമല്ലേ? എന്തെളുപ്പമാണ്, ഒത്തിരി സമയമൊന്നും വേണ്ട നമുക്ക്. പ്രത്യേകിച്ച് നേരത്തെ എല്ലാം തയ്യാറാക്കി വെക്കണം, ഉള്ളി അരിയണം, ഇഞ്ചി അരിയണം, അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല. വളരെ വളരെ ഈസി. നോൺ വെജ് കഴിക്കാത്തവർ വീട്ടിൽ കഴിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണം. എന്നിട്ട് അവരുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ഇടാൻ മറക്കല്ലേ. ഇതിപ്പോൾ ചേർത്തിയിൽ ഒരു 5 മിനിറ്റായി. പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഇത്തിരി തീ കൂട്ടിയിട്ട് ഇങ്ങനെ അടച്ചിട്ടിട്ടങ്ങ് ഇളക്കാമേ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഉള്ളി ഇത്തിരി ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല ഉള്ളി വേവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും ഉള്ളി ഒരു ഇത്തിരി കൂടി വേവിക്കുന്നുണ്ട്. ഇത്തിരി കൂട്ടിയിട്ട് അടച്ചു വെക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, മസാല നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എരി കൂട്ടാം, കുറയ്ക്കാം. അതുപോലെ തന്നെ ഈ സവോള കുറച്ച് നന്നായിട്ട് വഴണ്ടാൽ നല്ല കൊഴുത്ത ഗ്രേവി പോലെ നമുക്ക് കിട്ടും. ഞാൻ രണ്ടാമത് ഇത്തിരി എണ്ണ ഒഴിച്ചില്ലേ, അത് കൂടിപ്പോയി, അത്രയും വേണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അത്രയും ആവശ്യമില്ല. അല്ലാതെ തന്നെ ആദ്യം ഒഴിച്ചത് മതിയായിരുന്നു. അത് പോരെങ്കിലോ എന്ന് പറഞ്ഞാണ് ഞാൻ രണ്ടാമത് വീണ്ടും ഒഴിക്കാൻ പോയത്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. എൻ്റെ നല്ല പാൻ ഇപ്പോൾ മേടിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും. പക്ഷേ അപ്പോൾ ഇപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനൊരു കളറ് വ്യത്യാസം, വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അധികം നാൾ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല. ഇപ്പം ദോശ ചൂടാം. അപ്പോൾ ദോശക്കല്ല് ഓവറായിട്ട് ചൂടാണെങ്കിൽ ഇത്തിരി ഇങ്ങനെ വെള്ളം ഒന്ന് തിളച്ച് വെച്ച് ദോശമാവ് ഒഴിക്കുന്നത് നല്ലതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശമാവ് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ആവും, ദോശയുടെ ഷേപ്പും. ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. അപ്പം അതാ റെഡി ആയിട്ടുണ്ട്. ഒരു ഇത്തിരി ദോശ, ഇത്തിരി ചിക്കനും സവോളയും ആ മസാലയും. പതർന്നു, എല്ലാവരും പതർന്ന്. ഇനി ഞാൻ കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 1 മണിക്കൂറോളം ഞാനിത് മസാല പുരട്ടി വെച്ചുകൊണ്ട് നന്നായിട്ട് അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അത്ര ടേസ്റ്റ്. നല്ല ആക്ച്വലി ഒത്തിരി അങ്ങ് മൊരിഞ്ഞും പോയി കേട്ടോ. ഇത്രയൊന്നും മൊരിയണ്ട. സവാള നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് വഴണ്ടാൽ നല്ല കൊഴുത്ത ഗ്രേവി കിട്ടും ഇതിനകത്തുനിന്ന്. ഇതിപ്പോൾ ഒരു റോസ്റ്റ് വരുമോ. അപ്പോൾ ഇത് കഴിക്കട്ടെ. പിള്ളേർ സെറ്റ് ഉണ്ടോ എന്ന് വിളിച്ച് നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു. ടാറ്റാ.